യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് വലിയ രാഷ്ട്രീയ സംഘർഷങ്ങളും വിവാദങ്ങളും നടക്കുന്നതിനിടെയാണ് മറ്റൊരു യുവതി കൂടി ശബരിമലയിൽ അയ്യപ്പ ദർശനം നടത്തിയെന്ന തെളിവുകൾ പുറത്തുവിട്ടിരിക്കുന്നത്. കൊല്ലം സ്വദേശിനിയായ മഞ്ജു നേരത്തെയും ശബരിമല ദർശനത്തിനെത്തിയെങ്കിലും ഇവരെ പോലീസ് തിരിച്ചയക്കുകയായിരുന്നു. എന്നാൽ ഇന്നലെ കൂടുതൽ ആസൂത്രണത്തോടെ വേഷപ്രച്ഛന്നയായാണ് മഞ്ജു സന്നിധാനത്തെത്തിയതെന്നാണ് ദൃശ്യങ്ങളിൽ വ്യക്തമാകുന്നത്. എന്നാൽ വേഷം മാറിയാണ് എത്തിയതെന്ന ആരോപണം മഞ്ജു നിഷേധിച്ചു. യഥാർത്ഥ ഭാവത്തിലും തന്നെയാണ് പോയത്. നിലവില് ഞാൻ സാരിയാണ് ഉടുത്തിരുന്നത്. തൃശൂരിലെ ഒരു വീട്ടിൽ വെച്ച് കെട്ടിനിറച്ച് ഇന്നലെ പുലർച്ചെ 3 മണിയോടെ KSRTC ബസ്സിൽ നിലയ്ക്കലിലെത്തി. തുടർന്ന് അവിടെ നിന്ന് മറ്റൊരു ബസ്സിൽ 4 മണിയോടെ പമ്പയിലെത്തുകയും തുടർന്ന് പുലർച്ചെ നടപ്പാത വഴി ശബരിമലയിലേക്ക് പ്രവേശിക്കുകയും ചെയ്തെന്നാണ് മഞ്ജു പറയുന്നത്. ഇത് വ്യക്തമാക്കുന്നതിനായി സന്നിധാനത്ത് നിൽക്കുന്ന ഫോട്ടോയും വീഡിയോ ദൃശ്യങ്ങളും ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിട്ടുമുണ്ട്. അതേസമയം ശബരിമല പ്രവേശനത്തിന് പോലീസിന്റെ സഹായം ലഭിച്ചില്ലെന്നാണ് മഞ്ജു അവകാശപ്പെടുന്നത്. നേരത്തെ 24ന്റെ ജനകീയ കോടതിയിൽ മല ചവിട്ടുമെന്ന് മഞ്ജു പറഞ്ഞിരുന്നു. ഞാൻ ഇതിനിടയ്ക്ക് തന്നെ ഒരു 1.5 മാസം ഒരു കാലം ഇടത് കാലം നടക്കാൻ പറ്റാതെ തളർന്ന് കിടന്നായിരുന്നു. പാരിപ്പള്ളി മെഡിക്കൽ കോളേജിലായിരുന്നു. 31 ദിവസവും ട്രീറ്റ്മെൻറ്റിലായിരുന്നു. ആ സാഹചര്യത്തിൽ ഞാൻ അയ്യപ്പനെ വിളിച്ച് പ്രാർത്ഥിച്ച് എനിക്ക് 2 കാല് തറയിൽ ഉറപ്പിച്ച് നടക്കാൻ പറ്റുമെങ്കിൽ ഞാൻ അങ്ങനെ അയ്യപ്പ സന്നിധിയിൽ നടന്നെത്തിക്കോളാമെന്ന് ഞാൻ നേർച്ചയുണ്ടായിരുന്നു. നിലയ്ക്കലും പമ്പയിലുമടക്കം നടക്കുന്ന പോലീസിന്റെ കർശന പരിശോധനകൾ മഞ്ജു എങ്ങനെ മറികടന്നു എന്നതിന് മറുപടി ലഭ്യമായിട്ടില്ല. നിലയ്ക്കലിൽ KSRTC ബസ് നിർത്തി പരിശോധിച്ച് സ്ത്രീകളുണ്ടെങ്കിൽ അവരുടെ തിരിച്ചറിയൽ രേഖകൾ പരിശോധിച്ച് ഉറപ്പുവരുത്തിയ ശേഷമാണ് വാഹനങ്ങൾ കടത്തിവിടുന്നത്. ഈ സാഹചര്യത്തിൽ തിരിച്ചറിയൽ രേഖകൾ പരിശോധിച്ചിട്ടുണ്ടെങ്കിൽ പോലീസിന്റെ സഹായത്തോടെയാണ് ഇവർ സന്നിധാനത്ത് ദർശനം നടത്തിയതെന്ന് അനുമാനിക്കേണ്ടി വരും. അതേസമയം മഞ്ജു ശബരിമലയിൽ എത്തിയെന്ന വാർത്ത സ്ഥിരീകരിക്കാൻ പോലീസോ ദേവസ്വം ബോർഡോ തയ്യാറായിട്ടില്ല. 24 പത്തനംതിട്ട. വാർത്തകളുടെ ലോകത്ത് വജ്രമൂർച്ചയുമായി എത്തിയ 24 ഇപ്പോൾ നിങ്ങളുടെ സ്മാർട്ട് ഫോണിലും സ്മാർട്ട് ടിവിയിലും. DTHO കേബിൾ കണക്ഷനോ ഇല്ലെങ്കിൽ പോലും ഇപ്പോൾ നിങ്ങളുടെ സ്മാർട്ട് ടിവിയിൽ ഇന്റർനെറ്റ് ഉപയോഗിച്ച് യൂട്യൂബ് ആപ്പിലൂടെ 24 ന്യൂസ് ചാനൽ നിങ്ങൾക്ക് ലൈവായി കാണാം. അതുമല്ലെങ്കിൽ നിങ്ങളുടെ സ്മാർട്ട് ഫോണിൽ നിന്നും സ്ക്രീൻ മിററിംഗിലൂടെ 24 നിങ്ങളുടെ സ്മാർട്ട് ടിവിയിൽ HD ദൃശ്യമികവിൽ ഇപ്പോൾ ആസ്വദിക്കാം. 24 നിലപാടുകളിൽ സത്യസന്ധത. This is 24.